ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പോൾ നമ്മൾ കണക്റ്റിംഗ് ആവുന്നുണ്ട്. ചെക്കിങ് കണക്ഷനാണ്, കിട്ടിയാൽ മതിയായിരുന്നു. നമ്മളിപ്പോൾ ഭയങ്കര ഷോക്കാണ് ഗൈസ്. ഈ ഫേസിൽ ഭയങ്കര ഷോക്കാണ്. അതായത് ഞാനിപ്പം ഒരു കളി ഇപ്പോൾ ഒരു 5 കളി ജയിക്കുവാണെങ്കിൽ ചിലപ്പോൾ അടുത്ത 5 കളിയിൽ 2 ഡ്രോ 3 ലോസ് എന്നുള്ള രീതിയിൽ 5-ൽ 5 കറക്റ്റാക്കും. 50% കറക്റ്റ് ആകുന്ന മാതിരിയുണ്ട്. പക്ഷെ അത് ഇത്ര ട്രൈ ചെയ്തിട്ട് മാറുന്നില്ല ഗൈസ്. ഒപ്പോണൻ എന്തെല്ലോ കണ്ടായിരുന്നു അവിടെ. നല്ല പ്ലേയേഴ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ ഫോർമേഷനാണ് കളിക്കുന്നത്. 4-1-2 ആണ്. പക്ഷേ നമ്മൾ 4-3-1-2 ഉണ്ടാവും. അപ്പോൾ ഓപ്പണിംഗ് സ്കോഡ് 4-1-2-3. അപ്പോൾ നമ്മളെ മാച്ച് സ്റ്റാർട്ട് ചെയ്യണ്ടേ സിയവിഗോ. ഈ മാച്ചെങ്കിലും മര്യാദക്കൊന്ന് ജയിച്ചാൽ മതിയായിരുന്നു. ഇത് ജയിക്കുവാണെങ്കിലാ അല്ല, ഇപ്പോൾ ഒരു മാച്ച് ലീഡിങ് ആണ്. അതായത് 50%-ൽ ഒരൊറ്റ മാച്ച്, രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഒറ്റ മാച്ച് ഞാൻ വിന്നിങ് ആണ്. ഇതൊന്ന് ഡ്രോ ലോസോ ആവാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഗ്രീസ്മാൻ, റൊമാരിയോ, നൈസ് ടേൺ. റൊമി അവിടെ നിന്ന് ഓടിയടാ. ഗ്രീസ്മാൻ ക്വിക്ക് ടേൺ, പക്ഷേ ക്വിക്ക് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ടേൺ ആൻഡ് റൂമി ടേൺ. പോടെ ഉള്ളിലേക്ക് ഇതെന്താ അങ്ങോട്ടേക്ക് തന്നെ വന്നേ. കാസമീറോ, ഗ്രീസ്മാൻ എടുക്ക്, നൈസ്. കഫു ക്രോസ് ഇടാ. റൂമിന് എടാ, അത് നിങ്ങൾ കണ്ട, അതിങ്ങനെ സ്വിച്ചായേ. റൂമിലാണ് ഓൾറെഡി എൻ്റെ കേസർ ഉണ്ടായ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് വെക്കുക. എനിക്ക് ഡൗട്ടാണ്, നിങ്ങളൊന്ന് നോക്കോ. റൂമിലാണ് കേസർ ഉണ്ടായത്, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ പെട്ടെന്ന് അത് ഹെഡിൻ്റെ അടുത്ത് എത്താനാകുമ്പോൾ അത് ആള് മാറി ഗൈസ്. എന്തൊക്കെ കാണണമെന്ന് അറിയോ. അയ്യോ, നൈസ്. ഗ്രീസ്മാൻ, സ്നൈഡർ. എടാ എന്ത് സ്ലോ ആണെടാ. ഞാൻ പാസ് ഇട്ടിട്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. സ്വിച്ചൊക്കെ വെക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര സ്ലോ ആയിട്ട്. എൻ്റെ പൊന്നടാവേ. ഗ്രീസ്മാൻ, കോസ്റ്റ, ഗ്രീസ്മാൻ ടു മെസ്സി, സോൺ, കഫു. എടാ തിയാഗോ കാണിക്കോ? ഇല്ല, കഫൂൻ്റെ കാലിൻ്റെ ഉള്ളിലോട്ടാ. തിയാഗോ സിൽവ അവിടെ സ്റ്റക്കായിട്ട്. അവിടെ നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടോ? ഒന്ന് ബാക്ക് അടിച്ച് നോക്കുക ഗൈസ്. ഇതൊക്കെ എന്താ ഇങ്ങനെ? ലിറ്ററലി ദിസ് ഗെയിം ഈസ് ലൈക്ക് എ സ്ക്രിപ്റ്റ്. റുമി, നൈസ് ടേൺ. റുമി ഫിനിഷ്. എടാ റൊമാരോ. എടാ ഇതൊക്കെ എന്തോ എഴുതി വെച്ച പോലെ ഉണ്ടോ. അത് നിങ്ങൾ നോക്കിക്കോ. റുമിനെ ഞാൻ എടുത്ത് ടേൺ ചെയ്ത്, അപ്പോൾ ആ പ്ലെയർ ബാക്കിലേക്ക് ഇതാ ഷൂട്ട് പോകേണ്ട സ്ഥലത്ത് കറക്റ്റ് വന്ന് നിൽക്കുന്നുണ്ടോ. ഇത് എഴുതി വെച്ച പോലെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പ്ലെയർ ഓഫ് സൈഡ് പോയി. എന്തിന് ഇച്ചാതെ അവസ്ഥക്ക് ഈ എൻ്റെ കോസ്റ്റ ഇല്ല. തിരിച്ചു വരണം ഗൈസ്. ഓക്കെ, സാലിവ എടുത്തിട്ടുണ്ട്. കമോൺ. ഓ എൻ്റെ പൊന്നെ. ലിയോങ് പൊളി. ഓക്കെ, കാസമീറോ നൈസ്. റൊമാരിയോ, റുമി ഡബിൾ ടച്ച്. ക്ലിയറിംഗ് ആ. അയ്യോ പണിയാവും ഗൈസ്. കോളിക്ക് കൊടുക്കുന്നതല്ലേ. അലിസൺ ബുർഗർ, കാസമീറോ, സ്നൈഡർ ടു ഡിയോങ്. നൈസ് പാസിങ്. ഓപ്ഷൻ ഉണ്ടാകുന്നില്ലടാ. ഇവർ പെട്ടെന്നൊന്നും അവിടെ എത്തുന്നില്ല എനിക്ക് കറക്റ്റ് കിട്ടാൻ. ഓക്കെ, ഗ്രീസ്മാൻ നൈസ്. സ്നൈഡർ, റുമി, ബാക്ക് ടു റൊമാരിയോ. ഇല്ല, ക്ലിയറിംഗ് ആണല്ലോ പുള്ളി. എടാ എന്തെന്നാ അവിടെ കിടക്ക്. എടാ സിൽവ എന്ത് ചെയ്യുന്നടി ഇവൻ. റൊണാൾഡോ. എടാ അവിടെ സിൽവ കിടന്നത്. ഇവൻ പാസ് കൊടുക്കുന്നവരവിടെ കിടന്നടാ. എന്തോ എഴുതി വെച്ച പോലെ ഉണ്ട് ശരിക്കും. വെറുതെ അല്ല ഈ തേങ്ങ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നത്. എനിക്കറിയില്ല, നിങ്ങൾ പറയാം ഇത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. തേങ്ങ അത് അവിടെ തന്നെ ഇരിക്കുക. പാസ് അങ്ങോട്ടേക്ക് പോയതിന് ശേഷം മാത്രം എണീക്കുക. ഞങ്ങൾ ഇതെല്ലാം ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയിട്ട് കണ്ടോ ഗൈസ്. എനിക്കിപ്പോൾ ബാക്ക് അടിച്ച് കാണിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ എന്തായാലും ഗെയിം പ്ലേ ഇടുമ്പം കുറച്ച് കട്ട് ചെയ്ത് ബാക്കിലേക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്തായാലും ഹാഫ് ടൈം ആയി. ഇപ്പോൾ ക്ലിയർ ചെയ്യും. ഹാഫ് ടൈം ആയിട്ടുണ്ട്. 48. ഇതെന്ത് തേങ്ങയാടാ. വിസില് വിളിക്ക.
എടാ 47 അവൻ ക്ലിയർ ചെയ്ത് 2 മിനിറ്റ് എക്സ്ട്രാ കൊടുത്തിട്ട്. ഇത് 45+6 ഗോള്. എടാ ഇത് എന്ത് സ്ക്രിപ്റ്റഡ് ഗെയിമാണിത്. എൻ്റെ പൊന്നടാവേ. വെറുത്തു പോയി ഗൈസ്. നിങ്ങൾ ഒന്നുമില്ല, നിങ്ങൾ ആ ടൈം നോക്കിയിട്ട് ഞാൻ കരയുന്നതാണോ എന്താണോ എന്ന് വെച്ചാൽ പറ. 47 ക്ലിയർ ചെയ്ത ബോൾ എങ്ങനെയാണ് വിസിൽ വിളിക്കാണ്ട് നിൽക്കുന്നത്? എൻ്റെ പൊന്നടാ, ഇതൊക്കെ ഉണ്ടല്ലോ ഒന്നും പറയാനും ചെയ്യാനും കഴിയാത്തൊരവസ്ഥയാണ് ഗൈസ്. ഇവന് സുഖമല്ലേ അല്ലേ? നൈസ് ഗ്രീസ്മാൻ. ഒമാരിയോ ഒരു കംബാക്കൊന്നും അടിക്കാൻ കഴിയില്ല. ഒരു ഗോളെങ്കിലും അടിക്കാൻ കഴിയുമോ നോക്കട്ടെ. ആദ്യം കംബാക്കൊന്നുമില്ല, ഒറ്റ ഗോളെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ. എന്ത് ഡിഫെൻഡിങ് ആടാ ഇത്. റൊമേറോ എല്ലാ സ്ഥലത്തും ഉണ്ട്, അത് അവിടെ എത്തി. വെല്ലിംഗം എടുക്കണ്ട, ആരും എടുക്കണ്ട. കസമീറോ ഒക്കെ നോക്കി നിൽക്കുന്ന. വെല്ലിംഗം ഓക്കെ, ഡിയോങ് എടുത്തു. കമോൺ, ആരെങ്കിലും ഉണ്ടാവുമല്ലോ ഇല്ലേ? റൊമേറോ ഓക്കെ, നൈസ് നൈസ്, പൊളി. ബാക്ക് ഇല്ല, പോയാ. വെരി ഗുഡ്. എന്തൊക്കെ വിസിലിങ് ആട് അതൊക്കെ. എനിക്ക് ഇപ്പോഴും ഹാഫ് ടൈമിന് എന്തുകൊണ്ട് അത് വിസിൽ വിളിച്ചില്ലടാ. ഇത് എന്താ ഇത്? റയൽ മാഡ്രിഡിന്റെ റഫറിയാ ബാർസലോണന്റെ റഫറിയാ? രണ്ടും പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി കമന്റിൽ ഫൈറ്റ് എടുക്കണ്ട. മൂടുപോയി ഗൈസ്, സത്യം പറയാലോ മൂടുപോയി. ഇതൊക്കെ കാണണോടെ ഒരു കളി കളിക്കാൻ വേണ്ടിട്ട്. ഓക്കെ നൈസ്. റൊമാരിയോ ടേൺ, റൊമാരിയോ ഫിനിഷ് ചെയ്. ഇത് കഴിഞ്ഞ പാടെ അടുത്ത് അൺഇൻസ്റ്റാൾ ചെയ്താലോ എന്ന് വരെ തോന്നുന്നുണ്ട്. ഒറ്റ ഷൂട്ട് ചെയ്തുള്ളൂ, അതുകൊണ്ട്. അല്ല ഒന്നല്ല, ഇതിപ്പോൾ എത്രാമത്തെയോ മൂന്നാമത്തെയോ രണ്ടാമത്തെയോ അങ്ങനെ ഷൂട്ടാ. ഡിയോങ് നൈസ്. ഓക്കെ പാസ്, റുമി ഫിനിഷ് ചെയ്യണം, അത്രേ ഉള്ളൂ. ടെർ സ്റ്റെഗനാണ് ഗോളി. ടെർ സ്റ്റെഗൻ. സ്നൈഡർ, റുമി. ഒന്നും കൂടി അടിക്കല്ലടാ, താങ്ങുന്നില്ല. അതുകൊണ്ടാ ഇച്ചാതെ അവസ്ഥയൊക്കെ എനിക്ക് ഇതുവരെ ഉണ്ടായില്ല. സീ ഫുട്ബോൾ 24. ഓക്കെ ഫിനിഷ്. സത്യം പറയാലോ, ഈ ഫുട്ബോൾ 24 എന്ന് പറയുന്ന ഈ ഗെയിമിലല്ലാണ്ട് ഇതുവരെ എനിക്ക് പെസ്സിൽ ക്വിറ്റ് ചെയ്തോ അല്ലല്ലേ, ഇതുവരെ എനിക്ക് പെസ് കളിച്ചിട്ട് ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടായില്ല. എന്തെന്നാണെന്നറിയത്, സ്ക്രിപ്റ്റഡൊക്കെ ഒരു വഴി കുറവായിരുന്നു. ഇത് എന്ത് തേങ്ങയാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലടാ. 50ാമത്തെ മിനിറ്റിൽ അവന് ഗോൾ കൊടുക്കുക, എന്തെല്ലാന്ന്. ഇങ്ങനെയാണെങ്കിൽ കളി തുടങ്ങുന്നതിന് മുമ്പേ യുവിന് കൊടുത്ത് ഒഴിവാക്കിയാൽ പോരെ. ഇത്രയും വെറുപ്പിക്കണം ഒരു മാച്ചിൽ. ഇതെന്താ ലാഗ്. നൈസ്. എല്ലാ പാസിനും അവിടെ ഒരുത്തന്നെ എത്തും. ഇവരെ പാസിന് ആടെ ആരുമില്ല. നോക്ക്, ആരുമില്ല. ഇതാ പിടിക്കൂല, പ്രാന്തങ്ങ് പിടിക്കണ്ട. ഇത് ഇതാ എടാ, എന്ത് പാസ്സാടാ അതൊക്കെ. അവിടത്തേക്ക് എത്തി. എനിക്കൊരു ഓപ്ഷൻ പോലും മര്യാദക്ക് കിട്ടുന്നില്ല. ഗ്രീസ്മാൻ എത്ര നേരായിട്ട് ഇതിങ്ങനെ സഹിക്കുന്നേ. റുമി കമോൺ. ഓക്കെ ഫിനിഷ് ചെയ്യടാ, അത്രേ ഉള്ളൂ. എടാ ഇത് എന്ത് ഗെയിമാണത്. വെറുപ്പിക്കലായിട്ട് സ്പീക്ക് ഐസ്. ഇറ്റ്സ് റുമിനിക് ഫിനിഷ്. എൻ്റെ പൊന്നളിയോ. 92. എത്ര മിനിറ്റ് വരും നോക്കട്ടെ ഗൈസ്. അത് വിളിച്ച് 92 കറക്റ്റ് വിളിച്ച്. എനിക്കറിയാം ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കളിച്ചിട്ടില്ല, പക്ഷെ അവൻ്റെ ഗോള്, മൂന്നാമത്തെ ആ ഗോൾ ഉണ്ടല്ലോ, ഞാൻ വലിയ അടിപൊളിയായിട്ട് ഞാൻ ജയിക്കേണ്ട കളി കളിച്ചെന്ന് പറയുന്നില്ല, പക്ഷെ എങ്ങനെയായാലും ആ മൂന്നാമത്തെ ഗോൾ, അതിനെക്കുറിച്ച് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയുക ഗൈസ്. കാരണം 47 ക്ലിയർ ചെയ്യുന്നത്. നിങ്ങൾ ടൈം ശരിക്കും നോക്കിക്കോ. ഞാൻ ക്ലിയർ ചെയ്യുമ്പോൾ ടൈം നോക്കിയിട്ടാന്ന് പറഞ്ഞത് വിസിൽ വിളിക്കാൻ പോകുന്നതെന്ന്. ഗൈസ് ഇപ്പോൾ 30 - 5 ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ എടുക്കട്ടെ.
103. ഞാൻ പറഞ്ഞില്ലേ ഒരു കളി പൊട്ടിയാൽ സെയിം ആവുന്ന ഇത് കണ്ടോ. 103 വിന്ന്, 52 ഡ്രോ, 51 ലോസ്. അത് കറക്റ്റാണ്. ഇതാ 103, അത് രണ്ടും കൂട്ടിയാൽ ഇപ്പുറത്ത് 103, 50% കോൺക്രീറ്റ് ചെയ്ത് വെച്ച പോലെ. നിങ്ങളെന്തായാലും ആ മൂന്നാമത്തെ അവൻ്റെ ഗോളില്ലേ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്ത് പറ. അതെങ്ങനെ ആ ഗോളെല്ലാം പോകുന്നത്? എന്നിട്ടും വിസിൽ വിളിച്ചില്ല. 50ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ക്രോസ്, ഗോള്. എന്താ എഴുതി വെച്ച നാടക. അത്ര പറയാനുള്ളൂ ഗൈസ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.